കല്യാണിയുടെ അമ്മായിയാണെന്ന് പറഞ്ഞു വന്ന സ്ത്രീയെ ആട്ടി ഓടിച്ച് തറവാട്ടുകാരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ദക്ഷിണ. വൈഷ്ണവിയെ തന്റെ മായാവലയത്തിലാക്കി അവളെ കാവിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ദക്ഷിണ. അത് തടയുന്ന ശിവനാഗം. തലേന്ന് നടന്ന സംഭവങ്ങളെപ്പറ്റി വൈഷ്ണവിയോട് ചോദിക്കുന്ന ദക്ഷിണ. വൈഷ്ണവിക്ക് നേരിട്ട ദുരന്തത്തിൽ വേദനിക്കുന്ന മുത്തശ്ശി. അവരെ ആശ്വസിപ്പിക്കുന്ന രേണുക. ഇനി തുടർന്ന് കാണുക. വൈഷ്ണവി ഇപ്പോഴും ഇന്നലെ നടന്ന സംഭവത്തെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കണോ? അതൊന്നും സാരില്ലെന്നേ. പടിയേറ്റിനു മുൻപ് പല അനർത്ഥങ്ങൾ സംഭവിക്കാൻ ഇടയാകുമെന്ന് ഭട്ടതിരി മുത്തശ്ശിയൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ? ഏത് വിധേനയും പടിയേറ്റും മറ്റു പരിപാടികളും തടയാനും നാഗമഠത്തില്ലത്തിന് പേരുദോഷം വരുത്തിവെക്കാനും ദുഷ്ടശക്തികൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതിന്റെ ഭാഗമാ വൈഷ്ണവി ഇന്നലെ രാത്രി മുറിക്കുള്ളിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയതും അപായപ്പെടുത്താൻ ശ്രമിച്ചതൊക്കെ. പക്ഷേ ശിവനാഗങ്ങളും തറവാടിനെ കാത്തുപോകുന്ന ഈശ്വരന്മാരും തുണച്ചതുകൊണ്ട് അപകടങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. അത് തന്നെ ഭാഗ്യം. എനിക്കിപ്പോ പേടി കല്യാണിയുടെ കാര്യം ഓർത്താ. കല്യാണി കാണാതായിട്ട് എത്ര ദിവസമായി? വൈഷ്ണവി അപായപ്പെടുത്താൻ ശ്രമിച്ചതുപോലെ എന്തെങ്കിലുമാണ് കല്യാണിയുടെ കാര്യത്തിൽ സംഭവിച്ചതെങ്കിൽ നാളെ എന്താ വരിക എന്ന് പറയാൻ കൂടി വയ്യ. ഇല്ലത്തിന് പേരുദോഷം വരിക തന്നെ ചെയ്യും. സ്വപ്നദർശനം ഉണ്ടായിട്ടും അത് തുറന്നു പറയാതിരിക്കുന്നതിന്റെ പ്രശ്നങ്ങളായതൊക്കെ. ഞാനാണെങ്കിൽ പടിയേറ്റ് കാണാൻ വേണ്ടി മാത്രം ഇല്ലത്തുനിന്ന് വന്നതാ. ഇതിപ്പോ അത് നടക്കുന്നുമില്ല. ഇല്ലത്തേക്ക് തിരിച്ചു പോവാനും പറ്റാത്ത അവസ്ഥയാ. തിരിച്ചു പോവാൻ എന്താ ഇപ്പൊ കുഴപ്പം? പടിയേറ്റ് നടക്കാൻ സാവകാശം ഉണ്ടല്ലോ. സ്വപ്നദർശനം ആരും വെളിപ്പെടുത്താത്ത നിലയ്ക്ക് കുട്ടി ഇവിടെ തങ്ങുന്നതിന് വലിയ കഥയൊന്നുമില്ല. പോയിട്ട് വരാം കുട്ടിയുടെ ഇല്ലത്ത്. പോണോന്നുണ്ട്. പക്ഷേ പോയി കഴിഞ്ഞാ ഇനിയൊരു വരവുണ്ടാവൂന്ന് ഉറപ്പിച്ചു പറയാനാവില്ല. മാത്രമല്ല, ഞാൻ പോകുന്ന ദിവസാ സ്വപ്നം കണ്ടവരത് തുറന്നു പറയുന്നെങ്കിൽ തീർന്നില്ലേ? എന്തായാലും കുറച്ചു ദിവസം കൂടി കാക്കാം. വൈഷ്ണവി, എന്താ നിനക്ക് പറ്റിയത്? ഞാൻ കുറച്ചു ദിവസമായി നിന്നെ ശ്രദ്ധിക്കുന്നതാ. നിന്റെ ഉള്ളിൽ എന്തോ ചില വിഷമങ്ങൾ ഉള്ള പോലെ. ഒന്നുമില്ല രേണുവേടത്തി, വെറുതെ തോന്നുന്നതാ. ഇല്ലത്തെ ഓരോ പ്രശ്നങ്ങൾ നടക്കണ കാണുമ്പോ ഒരു വിഷമം, അത്രേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിധിപ്രകാരം ആരോ ഒരാൾ സ്വപ്നം കണ്ടിട്ടുണ്ട്. അത് തുറന്നു പറയാതിരിക്കുന്ന കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ദിവസങ്ങളിൽ അത്രയും കിടക്കുന്നതിന് മുമ്പ് മനസ്സിൽ പ്രാർത്ഥിക്കാൻ ഞാൻ. നാഗമഠത്തെ പൂജാരണിയാവാൻ വിധിപ്രകാരം കാണേണ്ട സ്വപ്നദർശനം കാണിക്കണേന്ന്. അതിൽ പരം എന്ത് പുണ്യ ഉള്ളേ?
എന്താ ഉണ്ണിയെ, നീ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? എന്ത് തന്നെയായാലും പറഞ്ഞോളൂ. കൊറേ നേരായാലും ഉണ്ണിയേട്ടനെ ആലോചിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് എന്ത് കാര്യം ഉണ്ണിയേട്ടന് പറയാനുള്ളേ? എനിക്ക് പറയാനുള്ളത് വൈഷ്ണവിയുടെ കാര്യം. വൈഷ്ണവിയുടെ കാര്യോ? എന്താ അത്? ഞാൻ പറയുമ്പോ പൊട്ടിത്തെറിക്കാനും ചീത്ത പറയാനും നിൽക്കണ്ട. വൈഷ്ണവി ഒരാളുമായി ഇഷ്ടത്തില്ല. ശിവ ശിവ, എന്താ ഞാനീ കേക്കണത്? ആരാ ആരാ ആള്? രാഹുൽ. രാഹുലിനെ അവൾ സ്നേഹിക്കുന്നത്. നീ എന്തിനാ തലകുനിച്ചിരിക്കുന്നേ? നീ ചെയ്തത് അത്രയ്ക്ക് വല്ല അപരാധമൊന്നുമല്ലോ. മോളെ, ഉണ്ണി പറഞ്ഞത് നേരാണോ? വൈഷ്ണവി, മുത്തശ്ശി ചോദിച്ച കേട്ടില്ലേ? രേണു, വേണ്ട, നീ ഒച്ച ഉയർത്തിയൊന്നും ചോദിക്കണ്ട. കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് തന്നെയാ സത്യം. എന്നാലും എന്റെ കുട്ടി ഒരക്ഷരം പോലും മുത്തശ്ശിയോട് പറഞ്ഞില്ലാലോ. എന്നാലും അവരിത്ര ദിവസം ഇവിടെ താമസിച്ചപ്പോഴും ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് തോന്നിയതേയില്ല. നാഗമഠത്തെ കുട്ടിക്ക് എങ്ങനെ കഴിഞ്ഞു എല്ലാം മൂടി വെച്ച് സമർത്ഥമായി അഭിനയിക്കാൻ? പടിയേറ്റ് നടക്കാൻ പോണ ഇല്ലത്ത് ഇങ്ങനെയും വന്നു ചേർന്നോ കാര്യങ്ങള്? നാട്ടാരറിഞ്ഞ എന്താ കരുതുക? ശ്രീധരനോടും സാവിത്രിയോടും ഞാൻ എങ്ങനെ ഈ കാര്യം ധരിപ്പിക്കും? പടിയേറ്റും വൈഷ്ണവിയുടെ കാര്യം തമ്മിൽ എന്താ ബന്ധം? അവൾ ഒരാളെ ഇഷ്ടപ്പെട്ടു, അത് നമ്മൾ നടത്തി കൊടുക്കണം. ഉണ്ണിയേട്ടൻ വൈഷ്ണവിയെ കൂടുതൽ ന്യായീകരിക്കണ്ട. പഠിക്കാൻ വിട്ടവള് പ്രേമോ ഇഷ്ടോ എന്നൊക്കെ പറഞ്ഞ് നടക്കുകയെന്ന് നാട്ടുകാരറിഞ്ഞ നാണക്കേടന്യ. ഇല്ലത്തിനാ പേരുദോഷം. എന്ത് പേരുദോഷം? ഇവൾ ആരുടെയും കൂടെ ഇറങ്ങിപ്പോയിട്ടൊന്നുമില്ലല്ലോ. ഒരാളെ ഇഷ്ടപ്പെട്ടു, അത് നമ്മൾ അറിഞ്ഞു. ഇനി വേണ്ടത് എത്രയും വേഗം നമ്മൾ അത് നടത്തി കൊടുക്കണം. അതാ ചെയ്യേണ്ടത്. പടിയേറ്റ് കഴിയാതെ ഇങ്ങനൊരു കാര്യം ചിന്തിക്കൂടി വേണ്ട. ഇളയച്ചനും ഇളയമ്മയും വന്നിട്ട് ആലോചിക്കാം. അവരാണല്ലോ ഇതൊക്കെ അന്വേഷിക്കാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്യേണ്ടത്. അവരെ അന്വേഷിക്കാൻ പിടിക്കുകയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. രാഹുൽ നല്ല ചെറുപ്പക്കാരനാ, നല്ല കുടുംബം. പിന്നെ നമ്പൂരി അല്ലെന്നുള്ള കാര്യം നോക്കണ്ട, നല്ല തറവാട്ടിലെ പയ്യൻ തന്നെയാ. ഇവക്ക് ഇഷ്ടാന്നറിഞ്ഞപ്പോ രാഹുലിനെ പറ്റി ഞാൻ നന്നായി അന്വേഷിച്ചു. പടിയേറ്റിന് മുമ്പ് കല്യാണം നടത്തുകയോ നിശ്ചയിച്ചുറപ്പിക്കുകയോ ചെയ്യണം. പറ്റില്ല. പടിയേറ്റ് നടക്കാതെ ഇല്ലത്ത് മറ്റൊന്നും പറ്റില്ല. അത് മാത്രമല്ല, ഉണ്ണിയേട്ട് മാത്രം അന്വേഷിച്ചോണ്ടായില്ലല്ലോ. കല്യാണക്കാര്യ, കുട്ടിക്കളിയല്ല. പടിയേറ്റിന് മുമ്പ് കല്യാണം നടത്തണമെന്നൊക്കെ നിനക്ക് എന്താ ഇത്ര ധൃതി? ഇവളും മൂത്ത് നരച്ചൊന്നും ഇരിക്കല്ലോ. പോരാത്തിന് പഠിക്കുകയും ചെയ്യണു. എത്രയും പെട്ടെന്ന് അനിയത്തിയുടെ കല്യാണം നടത്തണമെന്ന് ഉണ്ണിയേട്ടന് താല്പര്യമുണ്ടാവും. കാരണം ഇനിയിപ്പോ ഇന്നോ നാളെയോ വൈഷ്ണവി എങ്ങാൻ പൂജാരിണിയാകാനുള്ള സ്വപ്നം കണ്ടേക്കുമെന്ന് ഉണ്ണിയേട്ടന് പേടിയാ. അതിന് നാഗമടുത്ത് കുടുംബത്തിൽപ്പെട്ട ഒരാൾ അത് കണ്ടു കഴിഞ്ഞില്ലേ? ഒരാള് കണ്ടു കഴിഞ്ഞ സ്വപ്നം മറ്റൊരാള് കാണുകയോ? എന്താ ഈ കുട്ടി പറയണേ? കണ്ടവരത് തുറന്നു പറയാണ്ടിരിക്കുന്നത് ആപത്ത്. പൂജാരിണി ആകാനുള്ള സ്വപ്ന ദർശനം കിട്ടിയ അത് വൈഷ്ണവി എന്നല്ല, ആരായാലും പൂജാരിണി ആയെങ്കിലേ പറ്റൂ. അതാണ് നാഗമഠത്തെ നിയമവും ആചാരവും. വൈഷ്ണവി ഒരു സ്വപ്നം കണ്ടിട്ടില്ല. ഇനിയിപ്പൊ കണ്ടാലും ഇവൾ ഇഷ്ടപ്പെടുന്ന ആളെ വേണ്ടെന്ന് വെച്ച് പൂജാരിണിയാവാൻ ഞാൻ സമ്മതിക്കില്ല. ഉണ്ണി, നാവദോഷം പറയാതെ. എല്ലാത്തിനും മീതിയാണ് ഇവിടുത്തെ ആചാരങ്ങളൊക്കെ. വൈഷ്ണവി എന്തായാലും സ്വപ്നമൊന്നും കണ്ടിട്ടില്ലല്ലോ. നിശ്ചയിക്കപ്പെട്ട പടിയേറ്റ് കർമ്മം കഴിയട്ടെ, എന്നിട്ട് ആലോചിക്കാം മറ്റെന്തും. നാഗമഠത്തെ പൂജാരിണിയാകേണ്ടത് ആരാണെന്ന് നാഗദൈവങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതേ സംഭവിക്കൂ.
അതിന് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിച്ച അവരനുഭവിക്കും. എന്തനുഭവിക്കാൻ? ആചാരത്തിന്റെ പേരും പറഞ്ഞ് ജീവിതം കളയുക, അത്ര തന്നെ. മുത്തശ്ശി തന്നെ പൂജാരിണിയായി സ്വന്തം ജീവിതമല്ല കളഞ്ഞത്. അതുപോലെ മറ്റൊരാൾ കൂടി ബലിയാടാകണമെന്നാണ് മുത്തശ്ശി പറയുന്നത്. ഉണ്ണേട്ട മതി. വന്നിച്ചില്ലേലും നിന്ദിക്കരുത്. നാഗമഠത്തെ ധർമ്മദൈവങ്ങളെ തള്ളിപ്പറയരുത്. എനിക്കൊന്നേ പറയാനുള്ളൂ, പടിയേറ്റിന് മുമ്പ് വൈഷ്ണവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കണം. എന്നിട്ട് മതി സപ്തതി ആഘോഷം, പടിയേറ്റൊക്കെ. എന്റെ കുട്ടി, എന്തൊക്കെയാ ഞാൻ ഈ കേക്കണത്? ഉണ്ണി ഇത്രയ്ക്കും ബലം പിടിച്ച് നിനക്ക് വേണ്ടി വാദിക്കാൻ എന്താ ഇപ്പൊ ഉണ്ടായേ? മുത്തശ്ശി മനസ്സ് വേദനിപ്പിക്കണ്ട. എന്തായാലും മുത്തശ്ശൻ വരട്ടെ, എല്ലാ കാര്യത്തിനും തീരുമാനാവും. വൈഷ്ണവിയുടെ കല്യാണമാണോ പടിയേറ്റാണോ ആദ്യം നടക്കുക? എന്തായാലും കാത്തിരുന്ന് കാണാം. ഉത്തരവാദിത്തപ്പെട്ട ആരാ ഉള്ളത്? എന്താ സാറേ കാര്യം? അത്യാവശ്യമാണെങ്കിൽ മുത്തശ്ശിയെ വിളിക്കാം. മുത്തശ്ശൻ ഇവിടെ ഇല്ല. പിന്നെയുള്ളത് ഉണ്ണിയേട്ടനാ. ആ, ആരാന്ന് വെച്ചാ വിളിച്ചോളൂ. വരൂ സാർ. വരൂ സാർ, വരൂ. ആ, ഇരിക്കൂ സാർ. നമസ്കാരം. എന്താ ശങ്കുണ്ണിയാരെ, എന്താ കാര്യം? ഒരു പരാതി കിട്ടിയിട്ട് വന്നതാ. ഇവിടെ കല്യാണി എന്ന് പറയുന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ? ആ കുട്ടിയുടെ ബന്ധത്തിൽപ്പെട്ട സ്ത്രീ ഒരു പരാതി തന്നിട്ടുണ്ട്. ആ കുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞ്. ഞാൻ ഇവിടുത്തെ പുതിയ ആളാ, പക്ഷേ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇല്ലത്തെക്കുറിച്ചും നാഗപടത്തെ അമ്മയെക്കുറിച്ചുമൊക്കെ. എന്താ സത്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്? പരാതി തന്നു പറയുന്ന സ്ത്രീ കല്യാണിയുടെ ബന്ധുവാണോന്നൊന്നും അറിയില്ല. പക്ഷേ കാര്യം സത്യം, കല്യാണിയെ കാണാതായിട്ട് കുറച്ചു ദിവസമായി. അങ്ങനെ ഒരു മിസ്സിംഗ് നടന്നിട്ട് എന്താ നിങ്ങൾ സ്റ്റേഷൻ അറിയിക്കാഞ്ഞത്? ഉള്ളത് പറയാലോ, സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് ഉണ്ണി തന്നെ പറഞ്ഞതാ. പക്ഷെ ഞാനാ പറഞ്ഞത് വേണ്ടാന്ന്. അറിയാലോ, നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങള് ചില വിശ്വാസ പ്രമാണങ്ങളൊക്കെ കൊണ്ടു നടക്കണ തറവാടാ. ഇവിടുത്തെ ഉപാസനാ മൂർത്തികൾ കല്യാണിയെ കൂട്ടിക്കൊണ്ടുവരുമെന്ന് കരുതി തന്നെയാ ഒരിടത്തും ഒന്നും അറിയിക്കണ്ടെന്ന് ഞങ്ങള് കരുതിയത്. തെറ്റല്ലേ അത്? വിശ്വാസ പ്രമാണങ്ങളൊക്കെ നല്ലത് തന്നെ. പക്ഷേ നാട്ടിൽ ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ? ഒരാളെ കാണാതായാൽ ആ വിവരം ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. അത് ചെയ്യാതിരുന്നാൽ മിസ്സിംഗ് ഉണ്ടായ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ഉത്തരവാദിത്തം പറയേണ്ടി വരില്ലേ? ഇനിയിപ്പൊ എന്താ ചെയ്യാ? അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. പക്ഷെ ഇപ്പോഴും ഞങ്ങള് വിശ്വസിക്കണു ആ കുട്ടിക്ക് ഒരു ആപത്തും വന്നു പെടില്ലാന്ന്. വരും, ഇല്ലത്തേക്ക് തന്നെ തിരിച്ചു വരും. മുത്തശ്ശി പറയുന്ന പോലെ സംഭവിക്കുമെന്ന് ഒരു ഉറപ്പും എനിക്കില്ല. ഞങ്ങൾ സ്റ്റേഷനിൽ വിവരം അറിയിക്കാതിരുന്നത് തെറ്റായിപ്പോയി. പക്ഷേ ഇപ്പോഴെങ്കിലും ഇങ്ങനൊരു അന്വേഷണം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത് നന്നായി. ഈ പരാതി തന്ന സ്ത്രീയെ നിങ്ങൾക്കറിയോ? ഇല്ല, ബന്ധുവാണെന്ന് പറഞ്ഞ് വന്നിരുന്നു. അതല്ലാതെ ഒരു വിവരവും അറിയില്ല. കല്യാണി കുഞ്ഞുനാളും മുതൽ ഇവിടെയുള്ള കുട്ടിയാ. അച്ഛനും അമ്മയും മരിച്ചുപോയി. ബന്ധുക്കളായി ആരും ഇല്ലെന്ന് തന്നെ അറിവ്. പരാതി തന്ന സ്ത്രീയെ പിന്നെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അവർ തന്ന അഡ്രസ്സിൽ അങ്ങനെ ഒരാളില്ല. പക്ഷേ കല്യാണിയെ കാണാതായെന്നുള്ളത് സത്യമല്ലേ? അതെ, അക്കാര്യം ശരി തന്നെയാ. ഏതായാലും ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. അഥവാ എന്തെങ്കിലും അറിവ് കിട്ടിയാൽ
സ്റ്റേഷനിൽ വിളിച്ചറിയിക്കണം. ഈ ഇല്ലത്തോടുള്ള ബഹുമാനം കൊണ്ട് പ്രത്യേകിച്ച് നടപടിയൊന്നും എടുക്കുന്നില്ല. വളരെ ഉപകാരം. ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയ്ക്ക് ക്ഷമ ചോദിക്കണു. അരുതാത്ത ഒന്നും സംഭവിക്കില്ല. കല്യാണി തിരിച്ചു വരും. നാഗദേവകൾ കൊണ്ട് തരും എന്റെ കുട്ടിയെ. ഓക്കെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്നാ ശരി. ഇപ്പൊ എങ്ങനെയുണ്ട്? ചെറിയോൻ പറഞ്ഞ ചെവിട്ടി പോകണം, ഉണ്ണി എന്തെങ്കിലും പറഞ്ഞ പൊള്ളത്തരം. ഇനി എന്തൊക്കെ സംഭവിക്കുന്ന കണ്ടറിയാം. കല്യാണിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ച പോലീസിന്റെ പെരുമാറ്റം ഇപ്പൊ വന്നോലെയൊന്നും ആയിരിക്കില്ല. എന്റെ നാഗദേവകളെ, ഒന്നും വരുത്തരുതേ. ഉണ്ണിട്ടാ, അറിഞ്ഞില്ലേ? തെക്കേ മനക്കിലെ കുളത്തിൽ മരിച്ച നിലയിൽ ഒരു സ്ത്രീ. എല്ലാരും പറയുന്നത് കല്യാണിയാണെന്നാ. ഞാനെല്ലാം കണ്ടു. എന്തിനാ ഇങ്ങനെ തല്ലുകൊള്ളുന്നത്? ഞാൻ തല്ലുകൊള്ളുന്നതിന് നീ വേദനിക്കുന്നതിന്? നീ നിന്റെ കാര്യം നോക്കിപ്പോ. എന്താ ഉണ്ണിയേട്ടാ? ഇന്നലെ സന്ധ്യക്ക് എന്തായിരുന്നടി കാവിലൊരു ബഹളം? അവന്മാരെന്തിനാ കാവിൽ കയറി ബഹളം വെച്ചത്? അവിടെ ആരും ബഹളം വെച്ചിട്ടില്ലല്ലോ. ആരാ ഉണ്ണിയേട്ടനോട് അവരെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? ആരും ഒന്നും പറയാതെ തന്നെ ഞാൻ പലതും അറിയുന്നുണ്ട്. പിന്നെ എന്നോട് എന്തിനാ ചോദിച്ചത്? നീ എന്താടി കളിയാക്കാണോ? ഓടി, നീ നിന്റെ ജോലി പോയി നോക്ക്. പോവാൻ. അല്ലേ, വഴിയെ പോയി എന്നെ വിളിച്ചു നിർത്തി ഇപ്പൊ എന്റെ മെക്കിട്ട് കയറുന്ന എന്തിനാ? ഇത് നാഗമടുത്ത തറവാടാ. ഇവിടുത്തെ കുട്ടിയാ കല്യാണി. പോയിട്ടുണ്ട് ശിവനാഗങ്ങള്.
കല്യാണി കിടന്നിടത്ത് രക്തം വരെ കിടപ്പുണ്ട്. ഉണ്ണിയേട്ടാ, ചെന്ന് പറ മുത്തശ്ശിയോട്, നാഗദേവങ്ങൾ കല്യാണി കണ്ടെത്തി നൽകിയെന്ന്. ഉള്ളതാണോ ഉണ്ണിയേട്ടാ? അതെ, പക്ഷേ ജീവനോടല്ലെന്ന് മാത്രം.